വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൂതർ ആൻഡ് ഹിസ് മൈൻഡ് ലോക്ക്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്നും ലൂതർ വന്നിട്ടുണ്ട്. പാതിരാത്രി സമയത്ത് മനസ്സ് തുറക്കുകയാണ്. അപ്പം അക്ഷമരായി കാത്തിരിക്കുക ചാപ്റ്റർ നമ്പർ 9 ആദ്യം തന്നെ എല്ലാ എപ്പിസോഡിലും പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് അത്യാവശ്യം നല്ല റിവ്യൂ പറഞ്ഞതിനും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറഞ്ഞതിലൊക്കെ എല്ലാവർക്കും നന്ദി. ഇനിയും ഒരുപാട് ആൾക്കാർ കേൾക്കും എന്നുള്ള പ്രതീക്ഷയിലൂടെ കഥ സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു ലെങ്തിയോടെ സംസാരിക്കാൻ കഴിയില്ല, കുറച്ച് കോൾഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ബ്രീത്തിങ് അത്രയും പെർഫെക്റ്റ് അല്ല, അപ്പം അതൊന്ന് ക്ഷമിക്കുക. ഏതായാലും നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടൊരു ടോപ്പിലേക്ക് പോകണമെന്നില്ലായിരുന്നു, കൃത്യമായിട്ടില്ലെങ്കിലും. ഐ തിങ്ക് ഫ്രണ്ട്സ് ആൻഡ് അലോൺ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വാസസ് അലോൺ. അത് എങ്ങനെ പറയും, പൊതുവെ രണ്ട് ടൈം കേൾക്കുമ്പോഴും പൊതുവെ ഒരു മനുഷ്യന്മാർ ഒരു ചിന്താഗതി വെച്ചിട്ട് പറയും, ഫ്രണ്ട്സിൻ്റെ ആളാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് മാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സാണ് എല്ലാം ഹാപ്പിയർ ആക്കുന്നത്, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടെ നമ്മളാണ് ഹാപ്പിയർ ആവുക. ടോവിനോൻ്റെ പല ഡയലോഗുകളുണ്ടല്ലോ, അതൊക്കെ കണ്ടെടുത്തിട്ട് പലരും ഇടാറുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെയാണ്, അതിൽ മറിച്ചും ഒരു ഇതില്ലേ. ശരിയാണ്, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ സാറ്റർഡേ നൈറ്റ് മൂവിയിൽ നീ പോലൊരു ക്യാരക്ടറുണ്ട്. എല്ലാ ആൾക്കാരിലായിട്ടും ഇൻട്രാക്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതിലോട്ട് ഇടിച്ച് കയറി പോവുക. അയാൾക്കൊരു ഹാപ്പിനെസ്, ഓക്കെ, അയാൾക്കൊരു ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിലും മോർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴും ഓരോരുത്തർ ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് അവരുടേതായ പ്രൈവറ്റായ സ്പേസ് വേണം ചിന്തിക്കാനും. അല്ലെങ്കിൽ എത്ര പോയാലും എത്ര നമ്പന്മാരാണ്, എത്ര ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാലും ചില മൂമെൻറ്റ്സൊക്കെ ഉണ്ട്. ഏതായാലും ആ ഒരാൾക്ക് മാത്രം ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന പല സമയങ്ങളും. കാരണം ഒരു പ്രശ്നം പെടുമ്പോൾ ഒരാളാണ് ഓക്കെ, കോൺസെപ്റ്റ് ശരിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി പലതിലും ആ ഒരു പേഴ്സൺ എത്രയും വലിയ നമ്പറാണ് ജീവിതം വരെ നിനക്ക് തന്നു എന്ന് പറഞ്ഞാലും ആ മൊമെൻറ്റ്സൊന്നും ഏതായാലും ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സണല്ല. ഒരു പേഴ്സണും കഴിയില്ല. അൺഫോർച്ചുനേറ്റ്ലി ലീവ് ഇറ്റ് ഓൾ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുമ്പോൾ മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്. പിന്നെന്താ പറയുക, ഞാൻ പറഞ്ഞേ ഒരു കോമൺ ആയിട്ടുള്ളൊരു തിയറിയാണ് ഫ്രണ്ട്സിലോ എല്ലാവരും ഹാപ്പി, അലോണില്ലോ അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയവർ ഭയങ്കര സാഡ്നെസ് ആണ് എന്നുള്ളത്. അതൊക്കെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു. കാരണം ഞങ്ങളല്ലേ എല്ലാവരും ഹാപ്പിയർ ആവാനേ ശ്രമിക്കുള്ളൂ. അത് ചില സമയത്ത് നമ്മളെ വൈബിന് ഒത്ത ആൾക്കാർ തന്നെ വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കോമഡി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആൾക്കാരെ പോലത്തെ ഒരാൾ. പിന്നെ ചിലവർ കഴിച്ചും നമ്മളെ പോലെ ആവണ്ട ആരും, നമുക്ക് നമ്മൾ തന്നെ മതി, നമ്മളെ പോലത്തെ ക്യാരക്ടർ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ള റിയാലിറ്റി. അല്ലെങ്കിൽ മറ്റത് പറയുമ്പോഴും സിമിലറായ പേഴ്സൺസിനെ കിട്ടുമായിരിക്കും, പക്ഷെ സെയിം പേഴ്സൺസിനെ കിട്ടാൻ ട്യൂൺസിന് പോലും സെയിം സ്വഭാവം കാണിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അതിൽ വാശി പിടിക്കുന്നതിനേക്കാളുപരി ഓക്കെ ആക്സെപ്റ്റ് ചെയ്യാം, ഇയാളിൽ കുറച്ച് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന പോലത്തത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബുദ്ധിമുട്ടിലൂടെ അറിയുന്ന ഒരാളാണ്, അപ്പോൾ ഇന്ന ഒരു കാര്യത്തിൽ അയാളെങ്ങനെ ഓവർകം ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടി പോവാം. അല്ലാതെ എന്താ പറയുക. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രണ്ട്സിലാണെങ്കിലും അലോണിലാണെങ്കിലും ഒരു എക്സ്ട്രീം പോയിൻ്റ് ഉണ്ട്, അതിലും ഡേഞ്ചറായ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴും ഓരോ മനുഷ്യന്മാരാണ്, മനുഷ്യസഹജമായ പല തെറ്റുമാണ് വന്നേക്കാം. നമ്മൾ ചിലപ്പോൾ 100% അയാളെ വിശ്വസിക്കും, ഇയാൾ ഇന്നകത്ത് എന്നെ ചതിക്കൂല, അല്ലെങ്കിൽ ഇയാൾ എന്നെ വിട്ടു പോയില്ല, അല്ലെങ്കിൽ ഇയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളത്. പക്ഷെ ഒന്നെങ്കിൽ അയാൾക്കൊരു നേട്ടത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ അയാളെന്തോ ചെയ്തു വെച്ച് പോയി, അപ്പം നമ്മളെന്ത് ചെയ്യും, അതാണ് ട്രസ്റ്റ് കൊടുത്തൊരു പേഴ്സണ്. അതുകൊണ്ട് 100% നിങ്ങളല്ലാതെ ആരും ട്രസ്റ്റ് യുവർസെൽഫ് അത് കാലം വേണം. അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ടാവില്ല, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾക്കും കൊണ്ട് പറ്റൂടേ, ആരെ കൊണ്ട് പറ്റാത്തൊന്നുമില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാതെ ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് പറയാം പറ്റുന്നില്ല എന്നുള്ളതല്ലാതെ. പക്ഷെ അങ്ങനെ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ നമുക്കൊരു 100% അല്ലെങ്കിലും ഒരു 60 to 70% നമ്മൾ ആ പ്രോസസ്സ് ചെയ്തിരിക്കും. നമ്മൾ ചെയ്യാൻ വരാത്തൊരു കാര്യം, നമുക്ക് പറ്റാത്തൊരു കാര്യത്തിന് ഒരുത്തരെങ്കിലും നീക്കണതല്ലേ നല്ലത്. അതായത് പരീക്ഷ പേടിച്ചിട്ട് ലീവ് ആക്കണേക്കാളും നല്ലതല്ലേ പരീക്ഷ വന്നിട്ട് അവിടെ തിരിഞ്ഞ് കളഞ്ഞിട്ടോ. അതൊരു നല്ല പ്രോസസ്സല്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ 2 സ്റ്റെപ്പ് ചെയ്താലോ നിങ്ങൾക്ക് കിട്ടണ 3-4 മാർക്ക് ഉണ്ടായാൽ 0-നേക്കാളും മെച്ചല്ലേ. അപ്പം അങ്ങനെ അതേപോലെ തന്നെ ഈ അലോൺ ഒരു ഒറ്റപ്പെടലിൽ
നമുക്ക് നല്ല സ്പേസ് കിട്ടും, നമുക്ക് നമ്മളോട് ചിന്തിക്കാൻ പറ്റും. പക്ഷെ ആ ചിന്ത ഓവർ തിങ്കിലോട്ട് എത്തും. അതാണ് അതിലെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയ ഒരു പാർട്ട്. അത് ചിന്തിച്ച് കൂട്ടി 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 എന്താ പറയുക, നമ്മൾ ആ ഒരു മൂഡ് അനുസരിച്ചല്ല നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇവൻ അങ്ങനെ തന്നെയാണ്, ഇവൻ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു ഷാർപ്പായ ഡിസിഷനിലോട്ട് വേണം എത്താം. അതുകൊണ്ട് തന്നെ ആ ചിന്തകളും അത്യാവശ്യം ഇതാണ്. രണ്ടും ന്യൂട്രലാക്കി കൊണ്ടുപോകാൻ നോക്കുക. ഫ്രണ്ട്സുകളും വേണം, ഒറ്റപ്പെട്ടിരിക്കുന്ന സ്പേസും കൊടുക്കണം. അല്ലാതെ എനിക്കെപ്പോഴും ഫ്രണ്ട്സ് വേണേ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ടൈപ്പിലെ ഫ്രണ്ട്സ് തന്നെ വേണേ എന്നുള്ള വാശിയേക്കാൾ ഉപരി അങ്ങനത്തെ കാര്യങ്ങൾ കഴിയണം നോക്കാൻ നോക്കുക. പിന്നെ ഒറ്റപ്പെടലും വേണം. ഇപ്പോൾ എല്ലാവർക്കും നമ്മളെ ഒരു സ്ഥലത്ത് പോയാൽ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമ്മളെ ക്യാരക്ടർ ഇഷ്ടപ്പെടണം എന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം ചിലപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടലുണ്ടാവില്ല, ചിലപ്പോൾ മൈനോറിറ്റി ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ പുതിയ സ്ഥലത്തിലോട്ട്, അപ്പോൾ നമ്മളറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പം അറിഞ്ഞു വരുമ്പം ഒരു കമ്പനി ആയിക്കോളും. അല്ലെങ്കിലും ഇവഞ്ച്വലി നിങ്ങളായി നിൽക്കുകയാണെങ്കിൽ അത് അത് എന്താ പറയുക, ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല, അതെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്ന പേഴ്സൺസ് ഏതായാലും ഉണ്ടാവും. അല്ലാതെ നമ്മൾ പക്ഷേ കാര്യത്തിന് വേണ്ടി അവരെ മുന്നിൽ ടോപ്പാകാൻ വേണ്ടി ഇങ്ങനെ ആയി ഇങ്ങനെ കാണിക്കുന്നു, ലൈക്ക് ഫേക്കും ചെയ്ത് വെച്ചാൽ അതൊരു ദിവസം അപ്പുറം ആ മാസ്ക് പുറത്തോട്ട് വരും. പിന്നെ അതായിരിക്കും നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പരിചയം വെക്കണം എന്നൊരു പേഴ്സണായിട്ടും പണി പോകാൻ കാരണം വരിക. അതുകൊണ്ട് തന്നെ ഫേക്കും ചെയ്യരുത്. ബി നിങ്ങളെന്താണോ അതുപോലെ കാണിക്കുക. അത് ചിലപ്പോൾ ഞാൻ ആ ഒരു സറൗണ്ടിങ് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല, പക്ഷെ നിങ്ങൾ ടൈം കൊടുക്കുക. ഇവഞ്ച്വലി അത് പറഞ്ഞ ആൾക്കാരോട് അറേസ് ചെയ്ത് വന്നോളും. അല്ലാതെ എന്താ പറയുക, എന്നാരും തിരിഞ്ഞു നോക്കണില്ലോ, നമ്മളെ ക്യാരക്ടർക്കാർക്കാണ് പറ്റുക, അതുകൊണ്ട് ഞാൻ ആ ക്ലാസ്സിൽ ഇങ്ങനെ കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്ങിൽ എന്നെ കാണിക്കുന്ന പോലെ അവനതേപോലത്തെ വേഷം, അവനതേപോലത്തെ സംസാര ശൈലി, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെന്താണോ അത് നിങ്ങൾ കൊടുക്കാൻ സ്പേസ് കൊടുക്കാൻ നോക്കുക. നിങ്ങളെ വേഷത്തിലാണെങ്കിലും വിധാനത്തിലാണെങ്കിലും സംസാര ശൈലിയിലാണെങ്കിലും അതൊരാൾക്ക് വേണ്ടി മാറ്റാനോ നിൽക്കരുത്. നിങ്ങൾക്കൊരു തോട്ട് വരികയാണ്, ബാക്കിയുള്ള ഇൻസൾട്ട് കൊണ്ട് തോട്ടല്ല, അല്ലാതൊരു തോട്ട് വരികയാണ്, എനിക്ക് ഇതിൻ്റെ ഭാഷ പൊതുവെ ആർക്കും മനസ്സിലാവുന്നില്ല, ഞാൻ ഒരാൾ എന്നുള്ളതിനേക്കാളുപരി ഈ സറൗണ്ടിങ് വരുമ്പം എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലോട്ട് സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ റെഡി ആയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ മൂലമായിട്ട് വരാറുണ്ട്. അപ്പം ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ അതിനും വേറെ കുറേ പ്രശ്നങ്ങൾ വരും. അതായത് അത് റിസോൾവ് ചെയ്ത് അത് പറഞ്ഞു കൊടുത്ത് ഇതാക്കുമ്പോഴത്തേന് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അത് നൂലാമലകൾ പോകാതിരിക്കുക. പിന്നെ ഇന്നത്തെ പോഡ്കാസ്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലേ, ഫ്രണ്ട്സ് വാസസ് അലോണാണ്. നിങ്ങൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ ഞാൻ എക്സ്പേർട്ട് ആണെന്നോ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. എൻ്റെ തോട്ട് എന്താണോ അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ശരി വെക്കണവരുണ്ടാവും, തെറ്റ് വെക്കണവരുണ്ടാവും. ഞാൻ ഒരിക്കലും ലോഡൊന്നുമല്ലല്ലോ, ദൈവം അല്ലെങ്കിൽ തമ്പുരാനൊന്നുമല്ലല്ലോ എല്ലാം ഞാൻ പറഞ്ഞതാണ് ശരിയാവാനല്ലോ. ഞാൻ വന്ന വഴികളിലൂടെ എന്നുള്ള തോട്ട് പ്രോസസ്സിൽ വന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പറയുന്നത്. അത് കുറച്ചും കൂടി നിങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കുന്ന ആരാണോ അല്ലെങ്കിൽ എത്ര ആൾക്കാരാണോ അവരെ മുന്നേ വെച്ചിട്ട് അവരോട് സംസാരിക്കണ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രണ്ട്സുകൾ വേണം, അതിൽ നിങ്ങൾ നല്ല പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരാവശ്യത്തിന് വേണ്ടി എന്നല്ല, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റണേ. എപ്പോഴും എന്താ പറയുക, ചിലപ്പോൾ ഇങ്ങോട്ട് ഫുൾ സഹായം കിട്ടുന്ന ഫണ്ടായിരിക്കും, എന്നാലും നിങ്ങൾക്ക് ഒരു പരിധി വരെ ഊറ്റാനല്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ടും സഹായിക്കാൻ പറ്റണം എന്ന് തോന്നുന്ന ഒരു ഫ്രണ്ട്സിനെ എന്താ പറയുക, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സിൽ കഴിയണം ബിൽഡ് ചെയ്യാൻ നോക്കുക. മറ്റത് ജസ്റ്റ് എ ഫ്രണ്ട്സ്, അതിനപ്പുറത്തോട്ട് കടത്താതിരിക്കുക. എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞതിൻ്റെ പോലും ചിന്തിക്കുക, എല്ലാവരും ആരോടാണ് ഈ പറയണത്, അയാൾ ലംഘിക്കൂലേ ഒന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. അത് ഓവർ തിങ്ക് ചെയ്തിട്ട് അയാൾ ആ സാഹചര്യം വന്നാൽ അങ്ങനെ പറയും എന്നുള്ളതെല്ലാം അത് തിങ്ക് ചെയ്യുക. പിന്നെ എന്താ, എലോൺ ആവണം. നിങ്ങൾക്ക് നിങ്ങളതായ ഒരു പൊസിഷൻ കൊടുക്കണം നിങ്ങളെ മൈൻഡിലും നിങ്ങളുടെ തോട്ടിലൊക്കെ. അല്ലാതെ ആ ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ, ഇല്ല ആ ഫ്രണ്ട് ഉണ്ടെങ്കിൽ മാത്രം പോവുള്ളൂ, അല്ലെങ്കിൽ അവളില്ലെങ്കിൽ രസമില്ല എന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളൊരു സ്പേസ് കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡുകളായിട്ട് വരാം. ഓക്കെ. അപ്പം എല്ലാവർക്കും ഏത് ടൈമിലാണ് കേൾക്കുന്നത്, നിങ്ങളല്ല പകലാണോ രാവിലെയാണോ നൈറ്റാണോ എന്നുള്ളത്, നല്ലൊരു ദിവസം നല്ല ആഴ്ചകൾ നിങ്ങൾക്കായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയേക്കാൾ ഉപരി നിങ്ങളെ വിശ്വസിക്കും ഈ ആഴ്ച നല്ലതായിരിക്കും, ഒരു ഹാപ്പി ആഴ്ച എന്നൊരാഴ്ച മുന്നോട്ട് നീങ്ങും, ബാക്കിയൊക്കെ വന്നോളൂ. അപ്പോൾ നമ്മൾ തോട്ട് പ്രോസസ്സിലും ഓരോ ഹാപ്പി വരുമ്പോൾ ശരിയാണ് നമ്മൾ ഹാപ്പിയായി ചിന്തിച്ചോണ്ടാ എന്നുള്ള കണക്ഷൻ വന്നോളൂ. അപ്പോൾ ഏതായാലും അടുത്തൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം.
അതുവരേക്കും ബൈ.